അവഞ്ചേഴ്സ് സീക്രട്ട് വാർസിൽ നമ്മുടെ ഗോസ്റ്റ് റൈഡർ വരുന്നു പറഞ്ഞിട്ട് ഒരുപാട് റൂമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതായത് സീക്രട്ട് വാർ കോമിക്കിനെ 2015 ഇറങ്ങിയ സീക്രട്ട് വാർ കോമിക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ സീക്രട്ട് വാർസും ഡൂംസ്ഡേയും വരാൻ തന്നെ പോകുന്നത്. നമ്മൾ ഓൾറെഡി ആ സീക്രട്ട് വാർസ് കോമിക്ക് ഫുള്ള് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഒരുപാട് പേർക്കുള്ളൊരു ചോദ്യമായിരുന്നു, അതായത് ഈ കഥയൊക്കെ നടക്കുമ്പോൾ ഗോസ്റ്റ് റൈഡർ എവിടെയായിരുന്നു എന്നുള്ളത്. ആക്ച്വലി ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് ആ സീക്രട്ട് വാർസിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് സബ് സ്റ്റോറീസ് നടക്കുന്നുണ്ട് ആ ബാറ്റിൽ വേൾഡിൻ്റെ ഉള്ളിൽ. അതിലുള്ള ഓരോരോ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് ഓരോരോ സ്റ്റോറീസ് നടക്കുന്നുണ്ട്. അതിനൊക്കെ ഇടയിൽ കൺക്ലൂഷൻ പോലെയാണ് സീക്രട്ട് വാർ കോമിക്ക് മെയിനായിട്ടുള്ള കോമിക് സ്റ്റോറി വരുന്നത് തന്നെ. അങ്ങനെ യൂണിവേഴ്സുകളെല്ലാം ഇല്ലാതായതിന് ശേഷം നമ്മുടെ ഗോസ്റ്റ് റൈഡേഴ്സ് ആ ബാറ്റിൽ വേൾഡിൽ നമ്മുടെ ഗോസ്റ്റ് റൈഡേഴ്സ് എത്തിയതിന് ശേഷം അവരുടെ സ്റ്റോറിയൊക്കെ പറയുന്ന ഒരു സ്റ്റോറി ഉണ്ട്. അതാണ് ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. സോ ഈ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്നിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് കഥയിലേക്ക് പോവാം. ഈ സ്റ്റോറി എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഗോഡ് എംപറർ ഡൂം ഡോക്ടർ ഡൂം മൊത്തം മൾട്ടിവേഴ്സ് നശിച്ചതിന് ശേഷം പുതിയതായിട്ട് നശിച്ചു പോയിട്ടുണ്ടായിരുന്ന ബാക്കി അവശിഷ്ടം ഉണ്ടായിരുന്ന കുറച്ച് യൂണിവേഴ്സുകളുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ട് ബാറ്റിൽ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാണ്. ആ ഒരു യൂണിവേഴ്സിൻ്റെ കിങ് ആയിട്ട് ഒരു ഗോഡായിട്ട് ഗോഡ് എംപറർ ഡൂമായിട്ട് മാറുകയാണ്. സോ ഈ ഒരു യൂണിവേഴ്സിൽ നമ്മുടെ ഒരു ഗോസ്റ്റ് റൈഡർ മാത്രമല്ല, ടോട്ടലായിട്ട് മെയിനായിട്ട് നമ്മുടെ ജോണി ബ്ലേസ്, റോബി റൈസ് അടക്കമുള്ള 5 ഗോസ്റ്റ് റൈഡേഴ്സ് ഉണ്ടാവും. ഈ സ്റ്റോറി നടക്കുന്ന തന്നെ ആ ബാറ്റിൽ വേൾഡിൽ ദ കിങ്ഡം ഓഫ് ഡൂം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട്, അവിടെയാണ്. ഈ ഗോസ്റ്റ് റൈഡേഴ്സൊക്കെ അവിടെ ഉള്ള ഒരു മെയിനായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് ഭാഗമായിട്ടുള്ള ഒരു റേസിൻ്റെ ഭാഗമാണ് ഈ ഗോസ്റ്റ് റൈഡേഴ്സ് എല്ലാവരും. ഇവരവിടെ കോമ്പറ്റീഷൻ ചെയ്യുന്ന തന്നെ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് അതിലേതാണ് ബെസ്റ്റ് ഗോസ്റ്റ് റൈഡർ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ പരിപാടികളൊക്കെ നടക്കുന്നത് ആ കിങ്ഡം ഓഫ് ഡൂം എന്ന് പറയുന്ന ആ സ്ഥലത്തുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമായിട്ടാണ്. അങ്ങനെ ഇതൊക്കെ നടത്തുന്നത് അവിടുത്തെ തന്നെ ഒരു പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു വില്ലനായിട്ടുള്ള ആർക്കേഡാണ്. പുള്ളി മെയിനായിട്ട് എക്സ്മെൻസിൻ്റെ ഒരു വില്ലനായിരുന്നു. അങ്ങനെ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് എല്ലാ ഗോസ്റ്റ് റൈഡേഴ്സും ഒരു റേസിന് വേണ്ടിയിട്ട് റെഡിയാവാണ്. ഇതിൽ മെയിനായിട്ട് ഒരുപാട് ഗോസ്റ്റ് റൈഡേഴ്സ് ഉണ്ടെങ്കിലും മെയിനായിട്ട് ഇതിൽ ഫോക്കസ് കൊടുത്തിരിക്കുന്നത് ആ മെയിൻ 5 ഗോസ്റ്റ് റൈഡേഴ്സിന് മാത്രമാണ്. അങ്ങനെ ആ റേസ് തുടങ്ങുകയാണ്. ഇത്തവണ ആരാണ് ജയിക്കുകയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആ റേസ്. ഇതെന്ന് പറയുന്നത് വെറും ഒരു റേസല്ല, ഒരു ഡെത്ത് റേസ് പോലത്തെ റേസാണ്. അതായത് ഗോസ്റ്റ് റൈഡേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ചിട്ട് ആരെ കൊന്നിട്ടാണെങ്കിലും വേണ്ടിയില്ല ജയിക്കണം എന്നുള്ള രീതിക്കാണ് ഈ റേസ് നടക്കുന്നത് തന്നെ. അതിൽ അലക്സാണ്ടർ ബ്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗോസ്റ്റ് റൈഡർ ഏതാണ്ട് ജയിക്കാൻ പോകുമ്പോൾ തന്നെ പെട്ടെന്ന് പുള്ളിക്കാരത്തിന് ആരോ വെടിവെച്ചിട്ട പോലെ വീഴാണ്. അങ്ങനെ ആ ഗ്യാപ്പ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ജോണി ബ്ലേസ് അല്ല, നമ്മുടെ റോബി റൈസിൻ്റെ ഗോസ്റ്റ് റൈഡർ ആ മാച്ച് വിൻ ചെയ്യാണ്. അങ്ങനെ റോബി റൈസ് ജയിച്ചത് മൊത്തം ക്രൗഡ് ഹാപ്പി ആവാണ്. കാരണം അവിടെയുള്ള ഒരു ഫാൻ ഫേവറേറ്റ് ക്യാരക്ടറായിരുന്നു ഈ റോബി റൈസ്. അതായത് എല്ലാവർക്കും റോബി റൈസ് മാത്രം ജയിച്ചാൽ മതി എന്നുള്ളൊരു നിലയിൽ എത്തിക്കഴിഞ്ഞു. പക്ഷേ ആ റേസിന് ശേഷമാണ് ചില കാര്യങ്ങൾ നടക്കുന്നത്. കാരണം അവിടെ സ്പെഷ്യൽ കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ട്. അതായത് ഈ റേസിന് ശേഷം ഈ ഗോസ്റ്റ് റൈഡേഴ്സിനൊക്കെ ഡീപവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ റേസ് കഴിഞ്ഞതും ആ ഗോസ്റ്റ് റൈഡേഴ്സൊക്കെ ഡീപവറായി അവരുടെ ഹ്യൂമൻ ഫോമിലേക്ക് മാറുകയാണ്. അങ്ങനെ റോബി റൈസ് ആ മാച്ച് ജയിച്ച് പുറത്തിറങ്ങിയതും പുള്ളിനെ മൊത്തം ജനങ്ങളും ചുറ്റാണ്. പുള്ളിയാണല്ലോ എല്ലാവരുടെയും ഫാൻ ഫേവറേറ്റ്. അതുകൊണ്ട് പക്ഷേ ഇവിടെയാണ് വേറൊരു കാര്യം നടക്കുന്നത്. കാരണം തോറ്റിട്ടുള്ള നമ്മുടെ ജോണി ബ്ലേസ് അടക്കമുള്ള ബാക്കിയുള്ള ഗോസ്റ്റ് റൈഡേഴ്സിനെയൊക്കെ ഒരുപാട് പേര് വന്ന് പിടിച്ചുകൊണ്ടുപോവാണ്. അതായത് ഈ തോറ്റവരെയൊക്കെ ഒരു പ്രിസണേഴ്സിനെ പോലെയാണ് ഇവർ പിടിച്ചുകൊണ്ടുപോകുന്നത്. എങ്ങനെയാണ് ഗോസ്റ്റ് റൈഡേഴ്സിനെ പോലെ അത്രയ്ക്കും സ്പിരിറ്റ് ഓഫ് വെഞ്ചൻസിൻ്റെ പവേഴ്സ് അടങ്ങിയിട്ടുള്ള അവരെയൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ടുപോകുന്നതല്ലേ? അതിനൊക്കെ ഉത്തരവുണ്ട്, പറയാം. അങ്ങനെ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ തന്നെ അതിലുള്ള ഒരു ഗോസ്റ്റ് റൈഡർ ആയിട്ടുണ്ടായിരുന്ന ഒരു പുള്ളി റോബി റൈസിനെ ചീത്ത പറയാണ്. കാരണം എപ്പോഴും നീ ജയിക്കുന്നതല്ല, നിന്നെ ജയിപ്പിക്കുന്നതാണ്, നീ ഫാൻ ഫേവറേറ്റ് ആയതുകൊണ്ടെന്നൊക്കെ പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് അന്ന് നൈറ്റ് ഒരു റാൻഡം ക്ലബ്ബാണ്. അങ്ങനെ പുള്ളി ഇപ്പോൾ അവിടെ ഉള്ളത് പുള്ളിയുടെ ബ്രദറുമായിട്ടാണ് നമ്മുടെ റോബി റൈസ്. ആ പുള്ളിയുടെ ബ്രദറിൻ്റെ പേരാണ് ഗേബ്. ഈ ചെറുക്കന് ഇതിലൊരു മെയിൻ റോൾ തന്നെ ഉണ്ട്. അങ്ങനെ ഇവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഗേബ് ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ റേസിൽ ഇതുവരെ നടന്നിട്ടുള്ള ഹൈലൈറ്റ്സ് ഒക്കെയാണ് പുള്ളി കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡെത്ത് റേസ് മാത്രമല്ല, ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട് ഫൈറ്റിംഗ് അടക്കമുള്ള ഗോസ്റ്റ് റൈഡേഴ്സ് തമ്മിൽ. പക്ഷേ എല്ലാത്തിനും ജയിക്കുന്നത് നമ്മുടെ റോബി റൈസ് മാത്രമാണ്. പുള്ളിക്കാണെങ്കിൽ പുള്ളിയുടെ ബ്രദർ എന്ന് പറഞ്ഞാൽ ജീവനാണ്. അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റോബി റൈസ് എന്ത് വേണമെങ്കിലും ചെയ്യും. അപ്പോഴാണ് ബാക്കി പിടിച്ചു കൊണ്ടുപോയിട്ടുള്ള ബാക്കി ഗോസ്റ്റ് റൈഡേഴ്സിനൊക്കെ കാണിക്കുന്നത്. അപ്പോഴാണെങ്കിൽ നിന്ന് ആ പിടിച്ചു കൊണ്ടുപോയിട്ടുള്ള ആ ബാക്കിയുള്ള ഗോസ്റ്റ് റൈഡേഴ്സിനൊക്കെ ഇപ്പോൾ ഹ്യൂമൻ ഫോമിലാക്കി മാറ്റിയിട്ട് അവരൊക്കെ ഇപ്പോൾ ലൂസ് ചെയ്തിരിക്കുകയാണ്. അവർ തോറ്റിരിക്കുന്നതുകൊണ്ട് തന്നെ വിറ്റെന്ന് പറഞ്ഞിട്ടുള്ള ആ ആർക്കേഡിൻ്റെ കൺട്രോളിലുള്ള വില്ലൻ അവരൊക്കെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെങ്ങനെ ടോർച്ചർ ചെയ്തിരിക്കുന്നത് തന്നെ ഇപ്പോൾ അവർ തോറ്റിരിക്കുകയാണ്. അടുത്ത പ്രാവശ്യം അവർ ജയിക്കാൻ വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ അവിടെയുള്ള ബാക്കിയുള്ള ഗോസ്റ്റ് റൈഡേഴ്സിനെയും അവിടെ ആർക്കേഞ്ചലായിട്ടുള്ള കെല്ലും ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഈ ആർക്കേഞ്ചലായിട്ടുള്ള കെല്ലിന് നമ്മുടെ സ്പിരിറ്റ് ഓഫ് വെഞ്ചൻസിൻ്റെ കൺട്രോൾ ഉണ്ട്. അതുകൊണ്ട് ഗോസ്റ്റ് റൈഡേഴ്സിനെ പവർ എപ്പോൾ പോകണം എപ്പോൾ വേണ്ടാന്ന് പുള്ളിക്ക് തീരുമാനിക്കാൻ പറ്റും.
ആക്ച്വലി ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു, അതായത് അവിടെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ട് ഗോസ്റ്റ് റൈഡേഴ്സിനെ ഡീപവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതെന്ന്. ആക്ച്വലി അതൊരു കമ്പ്യൂട്ടർ സിസ്റ്റം അല്ല, ഈ ആർക്കേഞ്ചലായിട്ടുള്ള കെല്ലാണ് അവരെ ഡീപവർ ചെയ്യുന്നത്. അങ്ങനെയാണ് ഹ്യൂമൻ ഫോമിലാക്കി മാറ്റിയിട്ട് അവരെ ഇപ്പോൾ പുള്ളി ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിറ്റെന്ന് പറഞ്ഞിട്ടുള്ള ആ വില്ലൻ ഈ ആർക്കേഞ്ചലായിട്ടുള്ള ജാക്കലിൻ്റെ അടുത്ത് പറയാണ് ഇവരൊക്കെ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം എങ്കിലേ അവർക്ക് വാശിയോടെ അടുത്ത പ്രാവശ്യം ജയിക്കാൻ വേണ്ടിയിട്ട് ഒരു ത്വര വരുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ആ വിറ്റെന്ന് പറഞ്ഞിട്ടുള്ള പുള്ളി പുതിയൊരു തീരുമാനം ഉണ്ടാക്കുന്നത്. കാരണം ഇപ്പോൾ റോബി റേസ് ഒരുപാട് പോപ്പുലറാണ്. കാരണം ഇപ്പോൾ അത്രയും ഫാൻ ഫേവററ്റ് ആയിട്ടുള്ള പുള്ളി തോറ്റു കഴിഞ്ഞാൽ അത് ഈ ആർക്കായിട്ടിനെ കൂടുതൽ പബ്ലിസിറ്റി ആവും. അത് കാരണം തന്നെ അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നൊക്കെ അവർ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ റോബി റേസിനെ എങ്ങനെയും ഇത്രയും കാലം ജയിപ്പിച്ചുകൊണ്ടിരുന്ന അവർ തന്നെ അവനെ തോൽപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അതിനുശേഷമാണ് കാണിക്കുന്നത് നമ്മുടെ റോബിയും പുള്ളിയുടെ ബ്രദറും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഗ്യാബി പറയുന്നത്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, ബാക്കിയുള്ള ഗോസ്റ്റ് റൈഡേഴ്സിനെ പോലെ തന്നെ ചേട്ടാ നിങ്ങളെ ഒരുപാട് തവണ ടോർച്ചർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, അത് സത്യമാണെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ റോബി റേസും താനിങ്ങനെ ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുള്ളതൊക്കെ അനിയൻ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അവൻ കാരണമാണെന്നൊക്കെ വിചാരിച്ചിട്ട് അവൻ ഒരുപാട് വിഷമിക്കുന്നു പറഞ്ഞിട്ട് അതൊക്കെ ഒരുപാട് ഗോസിപ്പുകളാണ്, നീ അതൊക്കെ ചെവിയിലെടുക്കണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ വേണ്ടി പറയാണ്. അപ്പോഴാണ് ആ ചെറുക്ക് പുള്ളിയുടെ രണ്ട് മാപ്പ് വയ്ക്കുന്നത്. കാരണം റോബി റേസ് ഇപ്പോൾ ഒരു റൈഡർ ആവാൻ കാരണം തന്നെ ആ ചെറുക്കനാണ്. അപ്പോഴാണ് ഇവരുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അപ്പോഴാണ് ഗേബ് പുള്ളിനോട് അപ്പോളജൈസ് ചെയ്യുന്ന കാര്യം തന്നെ മനസ്സിലാവുന്നത്. കാരണം ആ ടൈമിലാണ് റോബിക്ക് തന്നെ മനസ്സിലാവുന്നത് അവൻ്റെ ബോഡിയിൽ എന്തോ കുഴപ്പമുണ്ടെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ ഏരിയയിൽ ഏതാണ്ട് 102 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടെയുള്ള ചൂട്. പക്ഷേ എന്നാലും ബാക്കിയുള്ള എല്ലാവരും ചൂടെടുത്ത് പുകഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ റോബി റേസിന് മാത്രം അതൊരു ചൂടായിട്ടേ തോന്നില്ല. അപ്പോഴാണ് പുള്ളിക്ക് തന്നെ മനസ്സിലാവുന്നത് പുള്ളിയുടെ ബോഡിയിൽ എന്തോ ഒരു വ്യത്യാസം ഉണ്ടെന്ന്. അങ്ങനെ റോബിയോ അവൻ്റെ ബ്രദറൊക്കെ അവരുടെ ഫ്രണ്ട്സുമായിട്ട് ഹാങ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ കുറച്ച് പെമ്പിള്ളേർ നടന്നു വന്നത്. അഫ്കോഴ്സ് പിള്ളേർ ഫ്ലോട്ടിയാണ്. അങ്ങനെ ഇവരായിട്ട് ഫ്ലേർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വെറുതെ എന്തൊക്കെയോ ഒരു കളിതമാശ പറഞ്ഞിട്ട് നമ്മുടെ ഗ്യാബി അവിടെ ഉണ്ടായിരുന്ന ഒരു ഫയർ ഹൈഡ്രൻറ്റ് പൊട്ടിക്കുന്നത്. അറിയാതെ പൊട്ടിക്കുകയാണ്. ഫയർ ഹൈഡ്രൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു പൈപ്പ് പോലത്തെ ഒരു സാധനമില്ലേ, വെള്ളം പൊട്ടിച്ചിരുന്ന ആ സാധനം. അങ്ങനെ പുള്ളി ഇത് ചെയ്ത് തന്നെ അവിടെയുള്ള പിള്ളേർക്കും എല്ലാവർക്കും കൂടി വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആ ഡൂം വേൾഡിൽ അത് ഇല്ലീഗലായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോലീസ് ഫോഴ്സ് വരാൻ വേണ്ടി പോവാണ്. ആ പോലീസ് ഫോഴ്സ് എന്ന് വെറുതെ ഒരു പോലീസ് ഫോഴ്സ് അല്ല. കാരണം സീക്രട്ട് വാർ കോമിക്സ് നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും. ആ സീക്രട്ട് വാർസിൽ ബാറ്റിൽ വേൾഡിൽ നമ്മുടെ ഡൂമിൻ്റെ പോലീസ് ഫോഴ്സ് ആയിട്ടുള്ളത് തന്നെ നമ്മുടെ തോർ ആർമിയാണ്. ഉടനെ തന്നെ പുള്ളിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് റോബോട്ട്സ് അങ്ങോട്ട് വരികയാണ് ഗ്യാബിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അഫ്കോഴ്സ് അതിൻ്റെ കൂടെ തന്നെ ഒരു തോറും വരികയാണ്. പക്ഷേ ഇവരവിടെ വന്നതും നമ്മുടെ തോർ ആർമിയുടെ അടുത്ത് നമ്മുടെ റോബി പറയാണ് അത് ഗ്യാബി അല്ല ചെയ്തത് അവനാണെന്ന്. കാരണം അവൻ്റെ ബ്രദറിനെ അവന് കൊണ്ടുപോകേണ്ട താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ അവർ സ്കാൻ ചെയ്തപ്പോഴാണ് മനസ്സിലായത് റോബി ഒരു ഗോസ്റ്റ് റൈഡർ ആണെന്ന്. അങ്ങനെയാണ് അവർ അവിടെ നിന്ന് നേരെ റോബിനെ തൂക്കിയെടുത്തിട്ട് ആർക്കാഡിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ പിന്നെയാണ് മനസ്സിലാവുന്നത് അടുത്ത ദിവസവും നമ്മുടെ റോബിനെ ബാക്കിയുള്ള ഗോസ്റ്റ് റൈഡേഴ്സിൻ്റെ കൂടെ തന്നെ ഒരു പ്രിസണിൽ അടച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ അവരുടെ കൂടെ ഉള്ളവരാണ് നമ്മുടെ ജോണി കേജ്, ജോണി ബ്ലേസ്, അലക്സാണ്ടർ കേജ് ഇവരൊക്കെ. അപ്പോഴാണ് പുള്ളി അവിടുത്തെ ആർക്കേഞ്ചലായിട്ടുള്ള ജാക്കേലിനെയും കാണുന്നത്. അങ്ങനെയാണ് പുള്ളിക്ക് മനസ്സിലാവുന്നത് ഈ ജാക്കേലിന് ഒരു ഗോസ്റ്റ് റൈഡറിന് അവരുടെ പവർ ആക്ടിവേറ്റ് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള പവർ ഉണ്ടെന്ന്. അപ്പോഴാണ് ജാക്കേൽ നമ്മുടെ വിറ്റിനോട് മെയിനായിട്ടുള്ള വില്ലനോട് ഒരു കാര്യം പറയുന്നത്. അതായത് ബാക്കിയുള്ള ഗോസ്റ്റ് റൈഡേഴ്സിനെ പോലെയല്ല, റോബി റേസിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കാര്യം കുറച്ച് ഡിഫറൻ്റ് ആണ്. കാരണം ഈ ജാക്കേലിന് സ്പിരിറ്റ് ഓഫ് വെഞ്ചൻസിനെ മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ റോബി റേസിൻ്റെ ഗോസ്റ്റ് റൈഡേഴ്സിൻ്റെ പവേഴ്സ് വരുന്നത് ഏതോ ഒരു അൺനോൺ സോഴ്സിൽ നിന്നാണെന്ന് പറയാണ്. അതുകൊണ്ട് അവനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പാടാണെന്ന് പറയാണ്. അങ്ങനെ ആ ഡൂം കിങ്ഡത്തിലെ പീപ്പിളുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് അവിടെ സ്റ്റക്കാവാണ് നമ്മുടെ റോബി റേസും ബാക്കിയുള്ള ഗോസ്റ്റ് റൈഡേഴ്സിൻ്റെ കൂടെ. അങ്ങനെ ഫസ്റ്റായിട്ട് പുള്ളിക്ക് പുള്ളിയുടെ കാറും കിട്ടാണ്. ഫസ്റ്റ് കോമ്പറ്റീഷന് പുള്ളി ഇറങ്ങാൻ പോവാണ്. പുള്ളി ഒരുപാട് നെർവസ് ആണ്. കാരണം എങ്ങനെ ഫൈറ്റ് ചെയ്യണം, എന്ത് ചെയ്യണമെന്നൊന്നും പുള്ളിക്ക് ഒരു അറിവുമില്ല. ആർക്കേഡ് കൊടുത്ത ആ കാറിൽ പുള്ളി കയറി ഇരുന്നപ്പോഴാണ് പുള്ളിയുടെ സോളുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ സ്പിരിറ്റ്, പുള്ളിനെ ഗോസ്റ്റ് റൈഡറാക്കി മാറ്റുന്ന ആ സ്പിരിറ്റ് പുള്ളിനെ കൺസ്യൂം ചെയ്യുന്നത്. കാരണം അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ദ സ്പിരിറ്റ് ഓഫ് വെഞ്ചൻസ് അല്ല പുള്ളിയുടെ ഉള്ളിലുള്ള ദ എല എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു സ്പിരിറ്റ് ആണെന്ന്. അങ്ങനെ ഇവർ ഫൈറ്റിന് ഇറങ്ങിയതും നമ്മുടെ എല എന്ന് പറയുന്ന ആ സ്പിരിറ്റ് നമ്മുടെ ആ റോബിനെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോഴാണ് പുള്ളി ഫസ്റ്റ് ടൈമായിട്ട് ഗോസ്റ്റ് റൈഡറായിട്ട് മാറുന്നത് തന്നെ. പക്ഷേ എന്തൊക്കെയാണെങ്കിലും പുള്ളി അത്രയും ഗോസ്റ്റ് റൈഡേഴ്സിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ടും പുള്ളിക്ക് ഇതുവരെ ഒരു അനുഭവം ഇല്ലാത്തതുകൊണ്ട് തന്നെ പുള്ളി ആ ഫസ്റ്റ് കോമ്പറ്റീഷനിൽ തോക്കുകയാണ്. തോറ്റു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക നിങ്ങൾക്കറിയാലോ. അങ്ങനെ പുള്ളിനെ അവർ ടോർച്ചർ ചെയ്യാൻ തുടങ്ങുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ റോബി എപ്പോഴും ജയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. കാരണം ഇനി തോറ്റു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ടോർച്ചർ പുള്ളിക്ക് അനുഭവിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഇപ്പോൾ പ്രസൻറ്റുള്ള നമ്മുടെ റോബിനെയും ഗ്യാബിനെയാണ്. അപ്പോഴാണ് നമ്മുടെ റോബി ഗ്യാബിനോട് പറയുന്നത് നീ വെറുതെ മാപ്പൊന്നും പറയേണ്ട കാര്യമില്ല, എന്ത് നടക്കണോ അതാ നടന്നത്, നിൻ്റെ തെറ്റൊന്നുമല്ല എന്ന് പറയുന്നത്. പക്ഷേ ആ കുരുട്ടുകാരനാണ് ഇതൊക്കെ ഉണ്ടായത് കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ എന്നാലും റോബിക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ റോബിയുടെ കൂടെ തന്നെ അവരുടെ ഒരുപാട് ഫ്രണ്ട്സിനെയും പിടിച്ചുകൊണ്ടായിട്ടുണ്ടായിരുന്നു ആ തോർകോപ്സ്. പക്ഷേ അവരെക്കുറിച്ചൊന്നുള്ള ഒരു അറിവും പിന്നെ നമ്മുടെ റോബിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആർക്കേഡ് ഇപ്പോൾ റോബി റേസ് തോക്കുന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരെടുത്ത് ബെറ്റ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ബിറ്റിന് അങ്ങി മാത്രമേ കാശുണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ജാക്കൽ നമ്മുടെ വീട്ടിനെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നത്.
അവൻ്റെ പവർ വരുന്നത് സ്പിരിറ്റ് ഓഫ് വെഞ്ചൻസിൽ നിന്നല്ല, എവിടുന്നുമാണ്, എനിക്ക് പോലും ചിലപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെന്ന് പറയാണ്. ഇപ്പോഴത്തേക്ക് തൽക്കാലം അവൻ്റെ അടുത്ത് എനിക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ട്, പക്ഷേ അവൻ എപ്പോൾ വേണമെങ്കിലും എൻ്റെ കൺട്രോൾ ബ്രേക്ക് ചെയ്യുമെന്ന് പറയാണ്. അങ്ങനെ അടുത്ത റേസ് സ്റ്റാർട്ട് ചെയ്യാണ്. പക്ഷേ ഇത്തവണ ആർക്കേഡ് എങ്ങനെയും റോബി റേസിനെ തോപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാൻ പോവാണെന്ന് ഉറപ്പാണ്. അങ്ങനെ ആർക്കേഡ് നമ്മുടെ റോബിനെ തോപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്യാണ്. ആദ്യം അവർ ചെയ്ത തന്നെ ഒരു മോൺസ്റ്ററിനെ ഇറക്കി വിടുമായിരുന്നു. പക്ഷെ അപ്പോഴാണ് നമ്മുടെ റോബിക്ക് തന്നെ മനസ്സിലായത് പുള്ളിയുടെ കൂടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന പുള്ളിയുടെ ഫ്രണ്ട്സിനാണ് ആർക്കേഡ് ഇപ്പോൾ കമ്പൈൻ ചെയ്ത് ഒരു മോൺസ്റ്ററിനെ പോലെയാക്കി മാറ്റിയിട്ടിരിക്കുന്നത്. പക്ഷെ ഉടനെ തന്നെ നമ്മുടെ ഇലായി എന്ന് പറയുന്ന പുള്ളിയുടെ സ്പിരിറ്റ് പുള്ളിനെ അവിടുന്ന് ടെലിപ്പോർട്ട് ചെയ്ത് ആർക്കേഡിനെ പുറത്തേക്ക് എത്തിക്കുകയാണ്. ഉടനെ ഇത് മനസ്സിലാക്കിയത് സാക്കേൽ ബാക്കിയുള്ള ഗോസ്റ്റ് റൈഡേഴ്സിനൊക്കെ കമ്പൽ ചെയ്യാണ് അവിടെ രക്ഷപ്പെട്ടുള്ള റോബി റേസിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഗ്യാബി ഇതൊക്കെ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു പോർട്ടൽ ഓപ്പൺ ആയി നമ്മുടെ റോബി അവിടെ നിന്ന് രക്ഷപ്പെട്ടതൊക്കെ പുള്ളി കാണാണ്. പക്ഷേ എങ്ങോട്ടാ പോയെന്നൊന്നും ഗ്യാബിക്ക് അറിയില്ല. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ റോബിനെ ഇലായി വേറെ ഏതൊരു സിറ്റിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോഴാണ് റോബി ചോദിക്കുന്നത് ഞാൻ എങ്ങനെയാണ് ആ സാക്കലിൻ്റെ നിന്ന് രക്ഷപ്പെട്ടതെന്ന് ചോദിച്ചതും ഇലായി പറയാണ് നീ ബാക്കിയുള്ള സ്പിരിറ്റ് ഓഫ് വെഞ്ചൻസിനെ പോലെയുള്ള കൺട്രോളിലല്ല, നീ എൻ്റെ കൺട്രോളിലാണ്, അതുകൊണ്ട് എൻ്റെ കൺട്രോൾ ആ സാക്കലിൻ്റെ കയ്യിൽ ഇല്ലയെന്ന് പറയാണ്. ഉടനെ തന്നെ ബാക്കിയുള്ള ഗോസ്റ്റ് റൈഡേഴ്സ് ഒക്കെ നമ്മുടെ റോബി റേസിനെ പിടിക്കാൻ വേണ്ടി അങ്ങോട്ട് വരികയാണ്. അങ്ങനെ ഗോസ്റ്റ് റൈഡർ വേഴ്സസ് ഗോസ്റ്റ് റൈഡേഴ്സ് ഫൈറ്റ് അവിടെ നടക്കുകയാണ്. പക്ഷേ ആ ഫൈറ്റിൽ നമ്മുടെ റോബി ബാക്കിയുള്ളവരെ അറ്റാക്ക് ചെയ്യാനല്ല ശ്രമിക്കുന്നത്, പുള്ളിനെ തന്നെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ റോബി അതിൻ്റെ ഇടയ്ക്ക് അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ അടിമകളായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞതു അതിലുള്ള കാർട്ടർ സ്ലേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഗോസ്റ്റ് റൈഡർ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ റോബിയുടെ കൂടെ ചേർന്ന് ബാക്കിയുള്ളവരെ തടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ ഇവരെല്ലാം ഒരുമിച്ച് ആ സാക്കേലിനെയും ആർക്കേഡിനെയും എതിർക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അതേസമയം ആ സാക്കേൽ ബാക്കിയുള്ള ഗോസ്റ്റ് റൈഡേഴ്സിനൊക്കെ അവിടെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റോബി അവൻ്റെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഗ്യാബ് പുള്ളിയുടെ ബ്രദറിനെ കാണാനില്ല. അപ്പോഴാണ് പുള്ളി ടി വി കാണുമ്പോൾ അവനിപ്പോൾ ആ മത്സരം നടക്കുന്ന അറീനയുടെ നടുക്കാണുള്ളത്. കാരണം ആർക്കേഡിന് അറിയാം ഇവൻ്റെ ബ്രദറായിട്ടുള്ളതുകൊണ്ട് അവനും ഈ സ്പിരിറ്റിൻ്റെ പവേഴ്സ് ഉണ്ടാവുന്നത്. അവനും ഇപ്പോൾ ആ റേസിൽ കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുകയാണ്. അങ്ങനെ ബാക്കിയുള്ള എല്ലാ ഗോസ്റ്റ് റൈഡേഴ്സും ഇപ്പോൾ ആ ഗെയിമിന് നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോൾ തന്നെ പുള്ളിൻ്റെ ബ്രദറിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് റോബി അങ്ങോട്ട് വരികയാണ്. പക്ഷേ ആ ഫൈറ്റ് പെട്ടെന്ന് തന്നെ തീരാണ്. കാരണം റോബി എങ്ങനെയാണ് ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു തിരുത്തി അവരൊക്കെ അവരുടെ സ്വയം കൺട്രോളിലേക്ക് തിരിച്ചുകൊണ്ടുവന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഗോസ്റ്റ് റൈഡേഴ്സിനെയും അവിടുന്ന് ചെയ്യാണ്. അങ്ങനെ എല്ലാ ഗോസ്റ്റ് റൈഡേഴ്സും ഒരുമിച്ച് ചേർന്നിട്ട് ആർക്കേഡിനും സാക്കലിനും നേരെ പോവാണ്. അങ്ങനെ റോബി ആ സാക്കലിൻ്റെ മൊത്തം എസൻസും വലിച്ചെടുക്കുകയാണ് ഉള്ളിലോട്ട്. അങ്ങനെ ബാക്കിയുള്ള എല്ലാ ഗോസ്റ്റ് റൈഡേഴ്സും ആ ആർക്കേഡിന് നേരെ പോയി അവനെ കൊന്നുകളയാണ്. അത് ചുമ്മാ കൊല്ലല്ല, ടോർച്ചർ ചെയ്ത് ആദ്യം കണ്ണ് മൂക്ക് വായനൊക്കെ ചൂഴ്ന്നെടുത്ത് കൊന്നുകളയാണ്. അങ്ങനെ ഗോസ്റ്റ് റൈഡേഴ്സ് എല്ലാവരും ഇപ്പോൾ ഫ്രീ ആയിരിക്കുകയാണ്. ഇപ്പോൾ അവരുടേതായിട്ടുള്ള ജീവിതം അവർക്ക് സ്വതന്ത്രമായിട്ട് ഇനി ജീവിക്കാം. ഇവിടെയാണ് ദ ഗോസ്റ്റ് റൈസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബാറ്റിൽ വേൾഡിൽ നമ്മൾ ഗോസ്റ്റ് റൈഡേഴ്സിനെ പറഞ്ഞിട്ടുള്ള സ്റ്റോറി തീരുന്നത്. ഇതേപോലെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള പോലെ ആ ബാറ്റിൽ വേൾഡിൽ ഓരോ ഹീറോസിനെ കുറിച്ചും പറഞ്ഞിട്ടുള്ള ഓരോരോ ക്യാരക്ടേഴ്സിനെ കുറിച്ചുള്ള ഓരോ സ്റ്റോറി ലൈൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. നമ്മുടെ ഹൾക്കിന് ദ ഹൾക്ക് കിങ്ഡം പറയുന്ന വേറൊരു സ്റ്റോറി ഉണ്ട്. നിങ്ങൾക്ക് ആരൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, നമ്മളതൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.